ഇന്ന് ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കും ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഹെൽത്തി ജ്യൂസ്. അപ്പം ABC ജ്യൂസ് എല്ലാവർക്കും അറിയാലോ. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടമ്മമാരും മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാ. ഇടയ്ക്ക് ഓരോ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഷുഗർ ഉള്ളവർക്കേ നല്ല വിശപ്പ് കാണും. പക്ഷേ എങ്കിൽ അവർക്ക് ഒരുമാതിരി ആഹാരമൊന്നും കഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്ക് ഇത് ജ്യൂസർ വേണമെന്നൊന്നും ഇല്ല. മിക്സിയുടെ ജാറിലിട്ട് വൃത്തിയായിട്ട് അടിച്ചെടുത്താലും മതി. എനിക്ക് ജ്യൂസർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മണ്ടത്തരം കാണിച്ച് ജാറിനകത്തിട്ട് അടിച്ചത്. ക്യാരറ്റ് വൃത്തിയായിട്ട് കഴുകി ചുരണ്ടി രണ്ടറ്റവും കണ്ടിച്ച് കളയണം. എന്നിട്ട് വലിയ കുനുകുനാന്ന് വേണ്ട, ഒരു ഇടത്തരം പരുവത്തില് അരിഞ്ഞ് ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ ജാറിലിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്ത് കണ്ടോണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്നേഹവും കൂടെ എനിക്ക് ഒന്ന് ഒന്ന് തന്നേക്കണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും എത്ര ഓരോ വീഡിയോയ്ക്ക് എത്ര സബ്സ്ക്രൈബർ ആയെന്നത്. എനിക്ക് എന്താ പറയുന്നത്, തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വർത്താനം പറഞ്ഞ് ഞാനങ്ങ് പോയി. ആപ്പിളും എടുത്ത് കഴിയാൻ തൊലി ചെത്തിയില്ല കേട്ടോ. ആപ്പിളും ചെത്തി തൊലിയൊക്കെ ചെത്തുന്ന മെനക്കേടാ. അപ്പോൾ തന്നെയല്ല, അതിന് ഞാൻ തൊലി സാധാരണ ചെത്താറില്ല. തിന്നുമ്പോഴും ഞാൻ തൊലിയോട് കൂടി ഞാൻ കടിച്ച് തിന്നുന്നത്. അതും കൂടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് ഞാൻ 2 സ്പൂൺ തേൻ ഒഴിക്കുന്നുണ്ട്. പഞ്ചസാര ഇടാൻ വേണ്ടി ബീട്രൂട്ടിന്റെ ചൊവയൊക്കെ അങ്ങ് മാറി കിട്ടും. കുടിക്കാൻ ഒരു സുഖമുണ്ട്. ജാറിലിട്ട് നല്ലപോലെ അരയും. തുള്ളി വെള്ളവും കൂടെ ഒഴിക്കണം കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിനകത്ത് അരിച്ചെടുത്ത് ഈ അരിപ്പ് അങ്ങോട്ട് ഒരു ഒരു എന്താ പറയുന്നത്, വെള്ളം അങ്ങോട്ട് ഈ ജ്യൂസിന്റെ ഇത് ഇറങ്ങുന്നില്ല. മണ്ടത്തിലായിപ്പോയി. ജ്യൂസിനകത്തിട്ട് അടിച്ചാൽ മതിയായിരുന്നു.